ലോകകപ്പ്, യൂറോ കപ്പ് പോലുള്ള ടൂർണമെൻറ്റുകൾ വരുമ്പോൾ കിരീടസാധ്യത കൽപ്പിക്കുന്ന പേരുകളിൽ എല്ലാ പ്രാവശ്യവും മുൻപന്തിയിൽ നിൽക്കുന്ന പേരാണ് ഇംഗ്ലണ്ടിൻ്റേത്. ഏതൊരു ടൂർണമെൻറ്റ് വരുമ്പോൾ ഏറ്റവും മികച്ച നിരയുമായി വന്നിട്ട് എന്നും കിരീടമില്ലാതെ മടങ്ങാനാണ് ഗോൾ പോസ്റ്റിന് മുമ്പിൽ ഒരു ജനതയുടെ പ്രതീക്ഷകളെ കാത്തു സൂക്ഷിക്കുന്നവരുടെ രക്ഷകനായി നെഞ്ചും പിടിച്ചിരിക്കുന്നവരുടെ ഗോൾ കീപ്പേഴ്സ്. മുമ്പിൽ നിന്ന് പടം നയിക്കാൻ പിക്ഫോർഡും ഒപ്പം ഹെൻഡേഴ്സണും. ഇംഗ്ലണ്ടിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കുതിച്ചു വരുന്ന എതിരാളിയെ കാത്ത് ഇംഗ്ലണ്ടിൻ്റെ പെനാൽറ്റി ബോക്സിന് മുമ്പിൽ അവനുണ്ടാകും. മാഞ്ചസ്റ്റർ സിറ്റിയുടെ വൻമതിൽ, ഇംഗ്ലണ്ട് ഡിഫൻസിൽ കോട്ടമതിൽ കേട്ട യോഗ്യതയുള്ളവൻ. അതെ, ഹിസ് നെയിം ഈസ് ജോൺ സ്റ്റോൺസ്. ഒപ്പം എതിർമുന്നേറ്റത്തെ പിടിച്ചെത്താൻ യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റനായ ഹാരി മെഗ്വയർ, റിക്കി ജെയിംസ്, ബെൻ ചിൽവെൽ. വിങ്ങുകൾ വാൾക്കറും. ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡ് അടക്കി ഭരിക്കാൻ ചെൽസിയിൽ എങ്കോള കാൻറ്റിക്കൊപ്പം മിഡിൽ കളി മെനയുന്നവൻ. എതിരാളികളെ വെട്ടിച്ച് കടന്ന് മുന്നിലേക്ക് പന്തെത്തിക്കാനും ലഭിക്കുന്ന അവസരം ഗോളാക്കി മാറ്റാനും കഴിവുള്ള അവരുടെ കളിക്കാരൻ മേസൺ മൗണ്ട്, ഒപ്പം ഡിറെ ജെസ ലിംഗാർഡും. വിങ്ങുകളിൽ നിന്നും സഹ കളിക്കാരെ ലക്ഷ്യം വെച്ച് കൃത്യമായ ക്രോസുകൾ നൽകാൻ ഗ്രീലിഷ്, ഹെൻഡയോ, ഷോ ട്രിപ്പിയർ. യൂറോപ്യൻ അംഗത്തിനായി ഇംഗ്ലണ്ട് ഇറക്കുന്ന സൈന്യത്തിൻ്റെ മുന്നിൽ നിന്ന് പടപൊരുതി എതിരാളികളെ വിറപ്പിക്കാൻ റാഷ്ഫോർഡ് ആൻഡ് സ്റ്റെർലിംഗ്. ഇംഗ്ലണ്ടിനെ മൈതാനം വിറപ്പിക്കാൻ അവൻ വരികയാണ്. ഇന്ന് ടോട്ടൻഹാമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നവൻ, ഈ സീസൺ പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ, എതിരാളികളുടെ പേടി സ്വപ്നം. അവൻ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ എത്ര വലിയ ഡിഫൻസും ഒന്ന് വിറയ്ക്കും. ദ കംപ്ലീറ്റ് ക്ലാസിക് ക്രിമിനൽ ഹാരി കെയ്ൻ. ഏതൊരു പൊസിഷൻ എടുത്താലും ക്ലബ് ഫുട്ബോളിൻ്റെ ഫോമിലുള്ള എല്ലാ താരങ്ങളുമായി വരുന്ന ഇംഗ്ലണ്ട് തങ്ങളുടെ പതിവ് സ്വഭാവം തെറ്റിച്ച് ഈ സീസൺ ചാമ്പ്യന്മാരാകുന്നത് കാണാനാണ് ഓരോ ഇംഗ്ലണ്ട് ആരാധകരും കാത്തിരിക്കുന്നത്.